അതീവ ബുദ്ധിശാലികൾ ഒരിക്കലും പറയാത്ത 5 രഹസ്യങ്ങൾ. 5 സീക്രട്സ് ഇന്റലിജന്റ് പീപ്പിൾ നെവർ റിവീൽ. ബുദ്ധിയെക്കുറിച്ച് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കി വച്ചിട്ടുള്ളതെല്ലാം ഒരുപക്ഷെ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആരാണ് ബുദ്ധിമാൻ? നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ആരാണ്? ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന കുട്ടി, മീറ്റിംഗുകളിൽ തന്റെ അഭിപ്രായം ഉറക്കെ പറയുന്ന സഹപ്രവർത്തകൻ, TV ചർച്ചകളിൽ വാചാലമായി തർക്കിക്കുന്നയാൾ. ബുദ്ധി എന്നത് ഒരു പ്രകടനമാണെന്ന്, ഒരു ശബ്ദമാണെന്ന്, ഒരാരവമാണെന്ന് നമ്മളെല്ലാവരും വിശ്വസിച്ചു പോകുന്നു. ആർക്കാണോ ഏറ്റവും കൂടുതൽ ഉത്തരങ്ങൾ അറിയാവുന്നത് അവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. എന്നാൽ അതൊരു നുണയാണെങ്കിലോ? നമ്മൾ തലമുറകളായി വിശ്വസിച്ചു പോന്ന നമ്മുടെ സമൂഹം നമ്മളെ പഠിപ്പിച്ച ഒരു വലിയ നുണ. യഥാർത്ഥ ബുദ്ധിയുടെ ലോകം നിശ്ശബ്ദമാണ്. അത് പ്രകടനങ്ങളുടേതല്ല, നിരീക്ഷണങ്ങളുടേതാണ്. അത് ഉത്തരങ്ങൾ വിളിച്ചു പറയുന്നതിലല്ല, ശരിയായ ചോദ്യങ്ങൾ ചോദിക്കുന്നതിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ജീനിയസുകളായ ആളുകൾ അവർ ഈ ബഹളങ്ങളിൽ നിന്നകന്ന് മറ്റൊരു ലോകത്താണ് ജീവിക്കുന്നത്. അവർ തങ്ങളുടെ കഴിവുകളെ ഒരു പടച്ചട്ട പോലെ അണിയുന്നില്ല, മറിച്ച് ഒരു നിധി പോലെ ഒളിപ്പിച്ചു വയ്ക്കുന്നു. എന്തിന്? അവർക്ക് അഹങ്കാരമായതുകൊണ്ടാണോ? അതോ അവർക്കെന്തെങ്കിലും ഒളിക്കാനുള്ളതുകൊണ്ടാണോ? അല്ല, കാരണം അവർക്ക് 5 ശക്തമായ രഹസ്യങ്ങളറിയാം. സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത 5 രഹസ്യങ്ങൾ. അവരുടെ ശ്രദ്ധയെ, അവരുടെ ഊർജത്തെ, അവരുടെ വിജയത്തെ നിയന്ത്രിക്കുന്ന 5 താക്കോലുകൾ. ഈ രഹസ്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്നത് ഒരു ബലഹീനതയല്ല, അതൊരു അതിശക്തമായ തന്ത്രമാണ്. ഇന്ന് നമ്മൾ ആ രഹസ്യങ്ങളുടെ ലോകത്തേക്കാണ് കടന്നു ചെല്ലുന്നത്. ആ താക്കോലുകൾ സ്വന്തമാക്കാൻ പോവുകയാണ്. അതീവ ബുദ്ധിശാലികളായ ആളുകൾ ഒരിക്കലും നിങ്ങളോട് പറയാത്ത ആ 5 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ യാത്രയുടെ അവസാനം നിങ്ങൾ ബുദ്ധിയെ നോക്കിക്കാണുന്ന രീതി മാത്രമല്ല മാറുക. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറിമറിഞ്ഞേക്കാം. അതുകൊണ്ട് ലോകം നിങ്ങളോട് പറയുന്ന നുണകൾക്കപ്പുറത്തുള്ള സത്യമറിയാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അടുത്ത ചില നിമിഷങ്ങൾ മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ച് പൂർണ്ണമായും ശ്രദ്ധിക്കുക. നമുക്ക് ആ നിഗൂഢമായ ലോകത്തിന്റെ വാതിലുകൾ തുറക്കാം. ട്രേഡിംഗ് അറിയാത്തവർക്കും സമയമില്ലാത്തവർക്കും വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോമുണ്ട്. വെറും 10,000 രൂപ കൊണ്ട് സാധാരണക്കാർക്ക് പോലും ട്രേഡിംഗിലൂടെ വരുമാനം നേടാൻ സാധിക്കും. 10,000 രൂപ വെച്ച സാധനം ഇപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് മുകളിലായി. എന്റെ കച്ചവടത്തിനേക്കാൾ ലാഭം കിട്ടി. എനിക്കിപ്പോൾ ഒരു ദിവസം 3000 രൂപയിൽ കൂടുതൽ AI ട്രേഡിംഗിലൂടെ നേടാൻ കഴിയുന്നുണ്ട്. ഞാൻ കുറെ പൈസ കളഞ്ഞു, പിന്നെ ഞാനൊരു 30,000 രൂപ മുടക്കി. ഇപ്പോൾ എനിക്ക് ദിവസവും വരുമാനമുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഞങ്ങളെ കണക്ട് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. രഹസ്യം 1. അവരുടെ യഥാർത്ഥ ബുദ്ധിയുടെ നിലവാരം. ദ ട്രൂ ലെവൽ ഓഫ് ദെയർ ഇന്റലിജൻസ്. നമ്മൾ ചർച്ച ചെയ്യുന്ന 5 രഹസ്യങ്ങളിൽ ഏറ്റവും അടിസ്ഥാനപരമായതും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ രഹസ്യം ഇതാണ്. യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവർ തങ്ങൾ എത്രത്തോളം സ്മാർട്ടാണ് എന്ന ആരോടും വിളിച്ചു പറഞ്ഞു നടക്കുകയോ അത് തെളിയിക്കാൻ ശ്രമിക്കുകയോ ചെയ്യില്ല. അവരുടെ വാക്കുകളിലല്ല, പ്രവൃത്തികളിലാണ് ആ ബുദ്ധി പ്രതിഫലിക്കുന്നത്. അവരുടെ ഉൾക്കാഴ്ചകളിലും അവർ പ്രശ്നങ്ങളെ സമീപിക്കുന്ന രീതിയിലുമാണ് അത് വെളിപ്പെടുന്നത്. മറ്റുള്ളവർ തങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതിലല്ല, മറിച്ച് സ്വന്തം അറിവിന്റെ പരിമിതികൾ മനസ്സിലാക്കി അത് വർദ്ധിപ്പിക്കുന്നതിലാണ് അവരുടെ പൂർണ്ണമായ ശ്രദ്ധ. ഇതിനു പിന്നിൽ വളരെ ശക്തമായ ഒരു മനഃശാസ്ത്രമുണ്ട്. നിങ്ങൾ ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? 1999-ൽ ഡേവിഡ് ഡണ്ണിങ്, ജസ്റ്റിൻ ക്രൂഗർ എന്നീ 2 സൈക്കോളജിസ്റ്റുകൾ മുന്നോട്ടുവെച്ച ഒരു സിദ്ധാന്തമാണിത്. വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരു വിഷയത്തിൽ കഴിവ് കുറഞ്ഞ ആളുകൾക്ക് അവരുടെ കഴിവുകളെക്കുറിച്ച് യാഥാർത്ഥ്യബോധമില്ലാത്ത അമിതമായ ആത്മവിശ്വാസമുണ്ടാകും. ഉദാഹരണത്തിന്, ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് 2 ദിവസം മാത്രം വണ്ടി ഓടിച്ച ഒരാൾക്ക് താൻ ഒരു മികച്ച ഡ്രൈവറാണെന്ന് തോന്നാം. കാരണം റോഡിലെ അപകടങ്ങളെക്കുറിച്ചോ മറ്റു ഡ്രൈവർമാരുടെ പെരുമാറ്റത്തെക്കുറിച്ചോ വാഹനത്തെക്കുറിച്ചോ ഉള്ള അറിവ് അയാൾക്ക് വളരെ കുറവാണ്. സ്വന്തം തെറ്റുകളും പരിമിതികളും തിരിച്ചറിയാനുള്ള കഴിവ്, മെറ്റാകോഗ്നിറ്റീവ് എബിലിറ്റി പോലും അവർക്കില്ല. അതുകൊണ്ട് അവർ തങ്ങളുടെ കഴിവിനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. എന്നാൽ ഇതിന് നേർ വിപരീതമാണ് യഥാർത്ഥത്തിൽ കഴിവുള്ളവരുടെ കാര്യം. ഒരു വിഷയത്തിൽ അഗാധമായ അറിവും വർഷങ്ങളുടെ അനുഭവമുള്ള ഒരാൾക്ക് തനിക്കിനിയും എത്രമാത്രം കാര്യങ്ങൾ പഠിക്കാനുണ്ട്, എത്രമാത്രം അറിയില്ല എന്നതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടാകും. ഈ തിരിച്ചറിവാണ് അവരെ വിനയാന്വിതരാക്കുന്നത്. ഇതാണ് യഥാർത്ഥ ബുദ്ധിമാനുടെ ലക്ഷണം. എനിക്കറിയില്ല എന്ന് പറയാൻ അവർക്കൊരു മടിയുമില്ല. കാരണം അറിയില്ല എന്ന് പറയുന്നതൊരു കുറവായിട്ടല്ല, മറിച്ച് ഒരു പുതിയ അറിവ് നേടാനുള്ള, പഠിക്കാനുള്ള ഒരു സുവർണ അവസരമായിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ട് അവർ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കും. ഒരു മീറ്റിംഗിൽ ഏറ്റവും ബുദ്ധിമാനായ വ്യക്തി ഒരുപക്ഷെ ഏറ്റവും കുറച്ചു സംസാരിക്കുന്ന, എന്നാൽ ഏറ്റവും നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നയാളായിരിക്കാം.
അവർ മറ്റുള്ളവരുടെ ആശയങ്ങളെ ബഹുമാനത്തോടെ കേൾക്കുകയും അതിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഇതിനു വിപരീതമായി ബുദ്ധിമാന്മാരാണെന്ന് നടിക്കുന്നവർ അല്ലെങ്കിൽ ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റിന്റെ ഇരകൾ എപ്പോഴും സംഭാഷണങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കും. അവർക്ക് മനസ്സിലാകാത്ത വിഷയങ്ങളെക്കുറിച്ചും വിവിധ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കും. മറ്റുള്ളവരുടെ ആശയങ്ങളെ പുച്ഛിച്ചു തള്ളാനും തന്റെ അഭിപ്രായം മാത്രമാണ് ശരിയെന്ന് സ്ഥാപിക്കാനും അവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും. അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുറവായിരിക്കും, ഉത്തരങ്ങൾ പറയുന്നത് കൂടുതലായിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠമുണ്ട്. ആത്മവിശ്വാസവും കഴിവും തമ്മിൽ പലപ്പോഴും ഒരു വിപരീത ബന്ധം, അതായത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് കാണാം. ഒരു വിഷയത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തുന്ന, അചഞ്ചലമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന വ്യക്തിയായിരിക്കില്ല ഒരുപക്ഷെ ആ രംഗത്തെ യഥാർത്ഥ വിദഗ്ധൻ. യഥാർത്ഥ വിദഗ്ധൻ പലപ്പോഴും സംശയങ്ങൾ ഉന്നയിക്കുകയും കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുകയും തങ്ങളുടെ അറിവിനെ നിരന്തരം ചോദ്യം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ഒരാളുടെ കഴിവിനെ അളക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ആത്മവിശ്വാസത്തിന്റെ അളവോ അവർ ഉപയോഗിക്കുന്ന വലിയ വാക്കുകളോ നോക്കരുത്. മറിച്ച് അവർ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ആഴം ശ്രദ്ധിക്കുക. അവരുടെ കേൾക്കാനുള്ള സന്നദ്ധതയും നിരീക്ഷിക്കുക. കാരണം യഥാർത്ഥ ബുദ്ധി ഒളിഞ്ഞിരിക്കുന്നത് അവിടെയാണ്. അവർ തങ്ങളുടെ ബുദ്ധിയെ ഒരു ആയുധമായി ഉപയോഗിക്കില്ല, മറിച്ചൊരു ടൂളായി, ലോകത്തെ മനസ്സിലാക്കാനുള്ള ഒരു ഉപകരണമായി മാത്രം കാണുന്നു. രഹസ്യം 2. അവരുടെ സാമ്പത്തികവും വ്യക്തിപരവുമായ പോരാട്ടങ്ങൾ. ദെയർ ഫിനാൻഷ്യൽ ആൻഡ് പേഴ്സണൽ സ്ട്രഗിൾസ്. പണവും വ്യക്തിപരവുമായ പ്രശ്നങ്ങളും ഉയർന്ന ബുദ്ധിമുള്ള ആളുകൾ തങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച്, അത് വളരെ ഉയർന്നതാണെങ്കിലും ശരി വളരെ താഴ്ന്നതാണെങ്കിലും ശരി, പുറത്തു പറയാൻ പൊതുവെ മടിക്കും. അതുപോലെ തങ്ങൾ നേരിടുന്ന വ്യക്തിപരമായ പോരാട്ടങ്ങളെയും കഴിഞ്ഞകാല പരാജയങ്ങളെയും ഒരു പൊതുപ്രദർശന വസ്തുവാക്കി മാറ്റാറുമില്ല. ഇത് ലജ്ജ കൊണ്ടാണോ ഭയം കൊണ്ടാണോ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇതിനു പിന്നിൽ ആഴമുള്ള വൈകാരിക പക്വതയും ആത്മനിയന്ത്രണവുമുണ്ട്. നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ആദ്യം സാമ്പത്തിക കാര്യങ്ങൾ. പണമെന്നത് കേവലം നോട്ടുകളോ അക്കങ്ങളോ അല്ല. അത് മനുഷ്യബന്ധങ്ങളുടെ സമവാക്യങ്ങളെ മാറ്റാൻ കഴിവുള്ള ഒരു ശക്തമായ സാമൂഹിക ഉപകരണമാണെന്ന് ബുദ്ധിശാലികൾക്കറിയാം. നിങ്ങൾ എത്രമാത്രം സമ്പാദിക്കുന്നു, നിങ്ങളുടെ ആസ്തി എത്രയാണ് എന്നൊക്കെ പുറത്തു പറയുമ്പോൾ എന്ത് സംഭവിക്കും? ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളോട് പണം കടം ചോദിക്കാൻ തുടങ്ങാം. ബന്ധുക്കൾക്കിടയിൽ അസൂയ ഉടലെടുക്കാം. ചിലർ നിങ്ങളുമായി സൗഹൃദം സ്ഥാപിക്കുന്നത് നിങ്ങളുടെ പണം ലക്ഷ്യമിട്ടായിരിക്കാം. നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വത്തിനപ്പുറം നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ആയിരിക്കും ആളുകൾ കാണുക. ഇത് ഉപരിതലപ്പുറക്കളമായ ആത്മാർത്ഥതയില്ലാത്ത ബന്ധങ്ങളിലേക്ക് നയിക്കാം. ഇനി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മോശമാണെങ്കിലോ? നിങ്ങളത് എല്ലാവരോടും പറഞ്ഞു നടന്നാൽ ആളുകൾ നിങ്ങളെ സഹതാപത്തോടെ നോക്കാൻ തുടങ്ങാം. ഒരുപക്ഷെ നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കാം. നിങ്ങളുടെ കഴിവിനെ വില കുറച്ച് കണ്ടേക്കാം. ഈ 2 സാഹചര്യങ്ങളിലും പണം നിങ്ങളുടെ വ്യക്തിത്വത്തിനും കഴിവിനും മുകളിൽ ഒരു ലേബലായി മാറുന്നു. ഈ അപകടം തിരിച്ചറിയുന്നതുകൊണ്ടാണ് ബുദ്ധിയുള്ളവർ തങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ ഒരു രഹസ്യമായി സൂക്ഷിക്കുന്നത്. അവർ ആഗ്രഹിക്കുന്നത് പണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ബന്ധങ്ങളല്ല, മറിച്ച് പരസ്പര ബഹുമാനത്തിലും സ്നേഹത്തിലും അധിഷ്ഠിതമായ ആത്മാർത്ഥമായ ബന്ധങ്ങളാണ്. ഇനി വ്യക്തിപരമായ പോരാട്ടങ്ങളുടെ കാര്യമെടുത്താൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ പ്രതിസന്ധികളും പരാജയങ്ങളും ഉണ്ടാകും. എന്നാൽ ബുദ്ധിയുള്ള ആളുകൾ തങ്ങളുടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി വ്യത്യസ്തമാണ്. സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ സങ്കടങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിനോ കാണുന്നവരോടെല്ലാം തങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പരാതി പറയുന്നതിനോ പകരം അവർ നിശബ്ദമായി അവയെ നേരിടാൻ ശ്രമിക്കും. ഇതിനർത്ഥം അവർ സഹായം തേടില്ല എന്നല്ല, തീർച്ചയായും തേടും. പക്ഷെ ആരോട് എപ്പോൾ എങ്ങനെ സഹായം തേടണം എന്നവർക്ക് വ്യക്തമായ ധാരണയുണ്ട്. അവർ തങ്ങളുടെ പ്രശ്നങ്ങൾ വിശ്വസ്തരായ 1-2 സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കൗൺസിലറോടോ മാത്രമേ പങ്കുവയ്ക്കുന്നുള്ളൂ. കാരണം എല്ലാവർക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള മാനസികാവസ്ഥയോ അത് ശരിയായി മനസ്സിലാക്കാനുള്ള കഴിവോ അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാനുള്ള ആഗ്രഹമോ ഉണ്ടായിരിക്കണമെന്നില്ല. പലപ്പോഴും നിങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവർക്കൊരു ഗോസിപ്പ് വിഷയം മാത്രമായി മാറിയേക്കാം. ഈ ഊർജ്ജനഷ്ടം അവർ തിരിച്ചറിയുന്നു. പരാതി പറയുന്നതിൽ സമയം കളയുന്നതിനു പകരം അവർ തങ്ങളുടെ ഊർജ്ജം മുഴുവൻ ആ പ്രശ്നത്തിന്റെ പരിഹാരം കണ്ടെത്തുന്നതിൽ കേന്ദ്രീകരിക്കുന്നു. അവർ പരാജയങ്ങളെ വിലപ്പെട്ട പാഠങ്ങളായി കാണുന്നു, അല്ലാതെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു നടക്കാനുള്ള സങ്കടങ്ങളായിട്ടല്ല. അവരുടെ ശ്രദ്ധ എപ്പോഴും പ്രശ്നങ്ങളിലല്ല, പരിഹാരങ്ങളിലാണ്. സൊല്യൂഷൻ ഫോക്കസ്ഡ് മൈൻഡ് സെറ്റാണ് അവർക്ക്. ഈ ഒരു മനോഭാവമാണ് അവരെ പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് നയിക്കുന്നത്. ട്രേഡിംഗ് അറിയാത്തവർക്കും സമയമില്ലാത്തവർക്കും വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോമുണ്ട്. വെറും 10,000 രൂപ കൊണ്ട് സാധാരണക്കാർക്ക് പോലും ട്രേഡിംഗിലൂടെ വരുമാനം നേടാൻ സാധിക്കും. 10,000 രൂപ വെച്ച സാധനം ഇപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് മുകളിലായി. എന്റെ കച്ചവടത്തിനേക്കാൾ ലാഭം കിട്ടി. എനിക്കിപ്പോൾ ഒരു ദിവസം 3000 രൂപയിൽ കൂടുതൽ AI ട്രേഡിംഗിലൂടെ നേടാൻ കഴിയുന്നുണ്ട്. ഞാൻ കുറെ പൈസ കളഞ്ഞു. പിന്നെ ഞാനൊരു 30,000 രൂപ മുടക്കി. ഇപ്പോൾ എനിക്ക് ദിവസവും വരുമാനമുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഞങ്ങളെ കണക്ട് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. രഹസ്യം 3. അവരുടെ ദീർഘകാല ലക്ഷ്യങ്ങളും പ്രചോദനവും. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പുതിയ സംരംഭം തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു പുസ്തകം എഴുതാൻ, അല്ലെങ്കിൽ 6 പാക്ക് ഉണ്ടാക്കാൻ?
ആ ഒരു ആവേശത്തിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യമെന്താണ്? നമ്മളത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും, വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കും, കാണുന്ന സുഹൃത്തുക്കളോടെല്ലാം പറയും, അല്ലേ? എന്നാൽ ബുദ്ധിയുള്ള ആളുകൾ നേരെ തിരിച്ചാണ് ചെയ്യുക. അവർക്ക് വളരെ വ്യക്തമായ ദീർഘകാല ലക്ഷ്യങ്ങളുണ്ടാകും. പക്ഷെ അവർ ആ ലക്ഷ്യങ്ങളെക്കുറിച്ച് ആരോടും സംസാരിച്ച് നടക്കാറില്ല. അത് പൂർത്തിയാകുന്നതുവരെ അല്ലെങ്കിൽ ഒരു പ്രധാന ഘട്ടം കഴിയുന്നതുവരെ അവർ അത് രഹസ്യമാക്കി വയ്ക്കും. എന്തുകൊണ്ടെന്നാൽ വലിയ പദ്ധതികൾ നേരത്തെ തന്നെ വെളിപ്പെടുത്തുന്നത് എത്രത്തോളം അപകടകരമാണെന്ന് അവർക്കറിയാം. ഇതിനും മനഃശാസ്ത്രപരമായ കാരണങ്ങളുണ്ട്. ഒന്നാമതായി, നിങ്ങൾ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങളെക്കുറിച്ച് മറ്റൊരാളോട് പറയുമ്പോൾ പലതരം പ്രതികരണങ്ങൾ വരാം. ചിലർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, വെറുതെ സമയം കളയണ്ട എന്ന് പറയും. മറ്റൊരാൾ അനാവശ്യമായ ഉപദേശങ്ങൾ തരും. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യ് എന്ന് പറഞ്ഞ് നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കും. വേളെ ചിലർ നിങ്ങളുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കാതെ അതിനെ വിമർശിക്കും. ഈ പുറത്തുനിന്നുള്ള ബഹളങ്ങൾ, എക്സ്റ്റേണൽ നോയ്സ്, നിങ്ങളുടെ ശ്രദ്ധയെയും ഫോക്കസിനെയും തടസ്സപ്പെടുത്തും. നിങ്ങളുടെ ആത്മവിശ്വാസത്തെ അത് കാർന്നു തിന്നേക്കാം. രണ്ടാമത്തെ കാരണം ഇതിലും രസകരമാണ്. സൈക്കോളജിസ്റ്റുകൾ ഇതിനെ സോഷ്യൽ റിയാലിറ്റി എന്ന് വിളിക്കും. നിങ്ങളൊരു ലക്ഷ്യത്തെക്കുറിച്ച് മറ്റൊരാളോട് പറയുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന് ആ ലക്ഷ്യം ഒരു പരിധിവരെ നേടിയതുപോലെ ഒരു ചെറിയ സംതൃപ്തി ലഭിക്കും. ആ സംതൃപ്തിയിൽ ആ ലക്ഷ്യം കഠിനാധ്വാനം ചെയ്യാനുള്ള നിങ്ങളുടെ യഥാർത്ഥ പ്രചോദനത്തെ കുറച്ചു കളഞ്ഞേക്കാം. അതുകൊണ്ടാണ് പലപ്പോഴും ന്യൂ ഇയർ റെസല്യൂഷനുകളെക്കുറിച്ച് എല്ലാവരോടും പറയുന്നവർ അത് പാലിക്കാൻ സാധ്യത കുറവാണ് എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ ഓവർ ഷെയറിംഗ് യുഗത്തിൽ ശ്രദ്ധ, അറ്റൻഷൻ എന്നത് സ്വർണത്തേക്കാൾ വിലയുള്ള ഒരു വിഭവമാണെന്ന് ബുദ്ധിയുള്ളവർ തിരിച്ചറിയുന്നു. തങ്ങളുടെ പദ്ധതികൾ രഹസ്യമാറ്റിവെക്കുന്നതിലൂടെ അവർ തങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് ചുറ്റും ഒരു ഭൗതിക കോട്ട പണിയുകയാണ്. പുറം ലോകത്തിന്റെ ഊർജ്ജം ചോർത്തുന്ന അഭിപ്രായങ്ങളിൽ നിന്നും വിമർശനങ്ങളിൽ നിന്നും അനാവശ്യ ഉപദേശങ്ങളിൽ നിന്നും അവർ തങ്ങളുടെ ലക്ഷ്യങ്ങളെ സംരക്ഷിക്കുന്നു. അവർ തങ്ങളുടെ നേട്ടങ്ങൾ സ്വയം സംസാരിക്കട്ടെ എന്ന് കരുതുന്നു. ആക്ഷൻ സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ് എന്ന പഴഞ്ചൊല്ലിൽ അവർ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത് എന്ന ചോദ്യത്തിന് അവരുടെ ഉള്ളിൽ ഒരു ഉത്തരമുണ്ട്. അത് പണത്തിനോ പ്രശസ്തിക്കോ വേണ്ടി ആയിരിക്കില്ല. ഒരുപക്ഷെ അത് അവരുടെ ആത്മാഭിമാനത്തിനോ അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ഒരു വലിയ ആശയത്തിനോ വേണ്ടിയായിരിക്കാം. ഈ ആന്തരിക പ്രചോദനം, ഇൻട്രിൻസിക് മോട്ടിവേഷൻ, മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനോ തെറ്റിദ്ധരിക്കാനോ സാധ്യതയുള്ളതുകൊണ്ട് അവരത് തങ്ങളുടെ ഹൃദയത്തിൽ ഒരു രഹസ്യമായി സൂക്ഷിക്കുന്നു. ആ രഹസ്യമാണ് അവരുടെ ഊർജ്ജത്തിന്റെ ഉറവിടം. രഹസ്യം 4. വിവാദ വിഷയങ്ങളിലെ ഉറച്ച അഭിപ്രായങ്ങൾ. നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഫീഡുകളിൽ രാഷ്ട്രീയത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചും സാമൂഹിക വിഷയങ്ങളെക്കുറിച്ചുമൊക്കെ വന്നാലുണ്ടാകുന്ന ബഹളം കുറയില്ല. സ്വന്തം അഭിപ്രായം മാത്രമാണ് ശരിയെന്നും മറ്റുള്ളവരെല്ലാം വിഡ്ഢികളാണെന്നും സ്ഥാപിക്കാൻ എല്ലാവരും മത്സരിക്കുന്ന ഒരു ലോകം. എന്നാൽ ഈ ബഹളങ്ങൾക്കിടയിൽ ഉയർന്ന വൈകാരിക ബുദ്ധിയുള്ള, ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള ആളുകൾ നിശബ്ദരായിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് അഭിപ്രായങ്ങളില്ലാത്തതുകൊണ്ടല്ല. പലപ്പോഴും ആ വിഷയങ്ങളെക്കുറിച്ച് നമ്മളെക്കാൾ ആഴത്തിലുള്ള അറിവും ഉറച്ച നിലപാടുകളും അവർക്കുണ്ടാകും. എന്നിട്ടും അവർ അത് പരസ്യ തർക്കങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നില്ല. ഇതാണ് 4ാമത്തെ രഹസ്യം. വിവാദ വിഷയങ്ങളിൽ തങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പരസ്യമാക്കുന്നത് അവർ ബോധപൂർവം ഒഴിവാക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇത്തരം സംഭാഷണങ്ങൾ 99% സമയത്തും ക്രിയാത്മകമായ ഒരു ഫലവും നൽകില്ല. അത് ആളുകൾക്കിടയിൽ ഭിന്നതയും ദേഷ്യവും വെറുപ്പും സംഘർഷവും സൃഷ്ടിക്കുകയേ ഉള്ളൂ എന്നവർ തങ്ങളുടെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയിരിക്കുന്നു. ഒരു തർക്കത്തിൽ ജയിക്കുന്നതിനേക്കാൾ സാമൂഹികമായ ശാന്തിക്കും മനുഷ്യബന്ധങ്ങൾക്കും അവർ വില കൽപ്പിക്കുന്നു. ഇതിനർത്ഥം അവർ തങ്ങളുടെ നിലപാടുകളെ ബലികൽപ്പിക്കുന്നു എന്നല്ല. അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. എന്നാൽ എവിടെ, എപ്പോൾ, ആരോടത് പങ്കുവയ്ക്കണമെന്ന് വിവേകം അവർക്കുണ്ട്. തന്റെ ഐഡന്റിറ്റി തന്റെ രാഷ്ട്രീയത്തിലോ മതത്തിലോ അല്ല, മറിച്ച് തന്റെ വ്യക്തിത്വത്തിലാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് മറ്റൊരാളുടെ അഭിപ്രായം കേൾക്കുമ്പോൾ അവർക്ക് ഭീഷണി തോന്നുന്നില്ല. ഈയൊരു ശാന്തതയും പക്വതയുമാണ് അവരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അവർ ഊർജ്ജം സംരക്ഷിക്കുകയാണ്. അനാവശ്യമായ യുദ്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി തങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കു വേണ്ടി അത് കരുതിവെക്കുകയാണ്. രഹസ്യം 5. അവരുടെ കാരുണ്യപ്രവർത്തികൾ. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ചാരിറ്റി സെൽഫികളുടെ ഒരു കാലത്താണ്. ഒരു ചെറിയ സഹായം ചെയ്യുമ്പോൾ 10 ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് ലൈക്കുകളും കമന്റുകളും നേടുന്ന ഒരു സംസ്കാരം. എന്നാൽ യഥാർത്ഥത്തിൽ ബുദ്ധിയും ആഴത്തിലുള്ള സഹാനുഭൂതിയുമുള്ള ആളുകൾ തങ്ങൾ ചെയ്യുന്ന കാരുണ്യപ്രവർത്തികളെയും സഹായങ്ങളെയും കുറിച്ച് പലപ്പോഴും ആരോടും പറയാറില്ല. അതാണ് 5ാമത്തെ രഹസ്യം. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്? കാരണം യഥാർത്ഥ ദയയ്ക്ക് ഒരു സദസ്സിന്റെയോ കയ്യടികളുടെയോ ആവശ്യമേ ഇല്ലെന്നവർക്കറിയാം. അവരുടെ സഹായം സാമൂഹികമായ അംഗീകാരം നേടാനോ താനൊരു വലിയ മനുഷ്യനാണെന്ന് മറ്റുള്ളവരെ കാണിക്കാനോ വേണ്ടിയുള്ളതല്ല, മറിച്ചത് ആഴത്തിലുള്ള സഹാനുഭൂതിയിൽ നിന്നും മനുഷ്യത്വത്തിൽ നിന്നും വരുന്ന ഒന്നാണ്. ഒരു സഹജീവിയുടെ വേദന കാണുമ്പോൾ അവരെ സഹായിക്കണമെന്ന് ആന്തരികമായൊരു ചോദനയിൽ നിന്നും മാത്രമാണ് അവർ അത് ചെയ്യുന്നത്.
അവർ ചെയ്യുന്ന സഹായം എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അത് രഹസ്യമായിരിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. കാരണം ആ സഹായം സ്വീകരിക്കുന്ന വ്യക്തിയുടെ ആത്മാഭിമാനത്തെ അവർ ബഹുമാനിക്കുന്നു. ക്യാമറകൾക്ക് മുൻപിൽ വെച്ചൊരു സഹായം നൽകുമ്പോൾ അത് സ്വീകരിക്കുന്നയാൾ എത്രത്തോളം ചെറുതായി പോകുന്നു എന്നവർക്ക് ചിന്തിക്കാൻ കഴിയും. അതുകൊണ്ട് അവർ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് എന്ന തത്വത്തിൽ വിശ്വസിക്കുന്നു. ഇത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന കാരുണ്യപ്രവൃത്തികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. അംഗീകാരത്തിനു വേണ്ടി ചെയ്യുന്ന സഹായങ്ങൾക്ക് പിന്നിൽ പലപ്പോഴും ഒരു ഈഗോ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ നിശബ്ദമായി ചെയ്യുന്ന സഹായങ്ങൾക്ക് പിന്നിൽ ശുദ്ധമായ സ്നേഹവും കരുണയും മാത്രമാണ്. ആ പ്രവൃത്തിയിൽ നിന്ന് ലഭിക്കുന്ന ആത്മസംതൃപ്തി, അതുമാത്രമാണ് അവരുടെ പ്രതിഫലം. അവർക്ക് ലോകത്തിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഈ ഒരു പ്രവൃത്തിയിലൂടെ അവർ തങ്ങളുടെ മൂല്യങ്ങളെക്കുറിച്ച് സ്വയം ഓർമ്മിപ്പിക്കുകയാണ്. ലോകം എത്രയൊക്കെ പ്രകടനപരയ്ക്ക് പിന്നാലെ പോയാലും നിശബ്ദമായ നന്മയ്ക്ക് അതിൻ്റേതായ ശക്തിയുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. അവരുടെ ജീവിതം ഒരു സന്ദേശമാണ്. നിങ്ങളുടെ മൂല്യം നിങ്ങൾ എത്രത്തോളം ശബ്ദമുണ്ടാക്കുന്നു എന്നതിനല്ല, മറിച്ച് നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ സ്വാധീനം ചെലുത്തുന്നു എന്നതിലാണ്. അപ്പോൾ അതീവ ബുദ്ധിശാലിയായ മനുഷ്യർ തങ്ങളുടെ ഉള്ളിൽ ഒരു നിധി പോലെ സൂക്ഷിക്കുന്ന 5 രഹസ്യങ്ങളിലൂടെ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തു. ഓർക്കുക, ഈ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത് അവർക്ക് അഹങ്കാരമുള്ളതുകൊണ്ടോ അവർക്ക് മറ്റുള്ളവരുമായി ഇടപഴകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടോ അല്ല, ഒരിക്കലുമല്ല. മറിച്ച് മനുഷ്യന്റെ മനഃശാസ്ത്രത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണയും തങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സമ്പത്തായ മാനസികവും വൈകാരികവുമായ ഊർജ്ജം എവിടെ, എങ്ങനെ, എന്തിനുവേണ്ടി ചിലവഴിക്കണം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടും ഉള്ളതുകൊണ്ടുമാണ്. യഥാർത്ഥ ബുദ്ധി എന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് മുന്നിൽ എന്ത് തെളിയിക്കുന്നു എന്നതിലല്ല, മറിച്ച് നിങ്ങൾ നിശബ്ദമായി നിങ്ങൾക്കു വേണ്ടി എന്ത് കെട്ടിപ്പിടിക്കുന്നു എന്നതാണ്. അത് നിങ്ങളുടെ അറിവാണ്, നിങ്ങളുടെ സ്വഭാവമാണ്, നിങ്ങളുടെ സമാധാനമാണ്. അത് അഹങ്കയ്ക്ക് മുകളിൽ അറിവിനെയും ശ്രദ്ധാഭംഗങ്ങൾക്ക് മുകളിൽ ഫോക്കസിനെയും ബഹളത്തിനു മുകളിൽ വിവേകത്തെയും തിരഞ്ഞെടുക്കുന്നതാണ്. ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിലും ഒരു പുതിയ വെളിച്ചം വീശട്ടെ. നിങ്ങളുടെ ഊർജ്ജം എവിടെയാണ് നിങ്ങൾ ചിലവഴിക്കുന്നത് എന്ന് സ്വയം ചോദിക്കുക. നിങ്ങളുടെ നിശബ്ദതയെയും ഒരു ശക്തിയായി ഉപയോഗിക്കാൻ പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ശരിക്കും പ്രയോജനപ്രദമായി തോന്നിയെങ്കിൽ കുറച്ചു നിമിഷമെടുത്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും പുതിയ അപ്ഡേറ്റുകളൊന്നും നഷ്ടമാകാതിരിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ചിന്തകളും കമന്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വിഷയവുമായി നമുക്ക് ഉടൻ കാണാം. അതുവരെ നന്ദി.